എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഹിന്ദു ദൈവമാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് രണ്ട് ഘട്ടമുണ്ട്. ഭാഗവതത്തിലും മഹാഭാരതത്തിലും പറഞ്ഞ ശ്രീകൃഷ്ണൻ രണ്ട് സ്വഭാവമാണ്. ഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ ഭയങ്കര കൗതുകക്കാരനാണ്. പക്ഷേ മഹാഭാരതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഭയങ്കര കരുത്തും അല്ലെങ്കിൽ ബുദ്ധിയും ആർജവത്വവും ഉള്ള ഒരു മനുഷ്യനാണ്. അത് ആ മഹാഭാരതത്തിൽ ഏട് തന്നെയാണ് ഭഗവത്ഗീത നമുക്കറിയാവുന്നതാണ്. കൂടുതൽ പറയേണ്ട കാര്യമില്ല. ശ്രീകൃഷ്ണൻ മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വാചകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതെൻ്റെ വിധിയാണ്, നിങ്ങളാരും കരയരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോട് പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്, ശ്രീകൃഷ്ണൻ മരിക്കുന്നത്. അതിനുശേഷം ആ ഒരു വാക്കാണ് ശ്രീകൃഷ്ണൻ അവസാനമായിട്ട് ഉപയോഗിച്ച വാക്ക്. എത്ര പേർക്കറിയാം എന്ന് അറിയത്തില്ല, അതുകൊണ്ട് മാത്രമേ ഞാൻ വെളിപ്പെടുത്തുകയെന്നുള്ളൂ. എൻ്റെ നാട്ടിൽ നടന്ന ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് പോകാം. എൻ്റെ ഒരു കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീകൃഷ്ണ ജയന്തി നടക്കുമ്പോൾ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അതുവഴി പോയി അദ്ദേഹം കുറച്ച് നാൾ വീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ദൃശ്യത്തിൽ ചേർക്കുന്നുണ്ട്. അതുകൂടാതെ അവിടുത്തെ യാക്കോബായ പള്ളിയുടെ കുരിശടിയുടെ മുറ്റത്താണ് വിശ്വാസികൾ കൂടുതലായിട്ട് നിരന്ന് ഇത് വീക്ഷിച്ചത്, പരിപാടികളെല്ലാം വീക്ഷിച്ചത്. അപ്പോൾ നമ്മൾ കഴിച്ച ഒരു വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാരും ആക്ഷേപം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ഒരു വീഡിയോയിലേക്ക് പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മതപരമായ ഭിന്നിപ്പും അല്ലെ ഭിന്നിപ്പിക്കലും ഉണ്ടാക്കലും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പല ആൾക്കാരും കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ പറഞ്ഞതിൻ്റെ എത്രയുണ്ട് ഓണം ആഘോഷിക്കുന്നതൊക്കെ പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആത്മീയ ആചാര്യന്മാരാണ് അങ്ങനെ പറഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. അപ്പം അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം, കൂടുതൽ പറഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകൾ.